എക്സാംസ് ഒക്കെ എങ്ങനെയൊക്കെ എഴുതി തീർത്തു അല്ലേ? ഇനി നമുക്ക് വരാൻ പോകുന്നത് മാത്സ് എക്സാം ആണ്. മാത്സ് നമ്മോട് കേൾക്കുമ്പോൾ തന്നെ ഉള്ളിൽ എവിടൊക്കെ ഒരു പെടപെടപ്പാ. എന്ത് ചെയ്യും, എങ്ങനെ ഞാൻ പഠിച്ചു തീർക്കും, എനിക്ക് മാത്സ് ഈസി ആവോ, ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണം, ആരാ എനിക്കൊന്ന് പഠിപ്പിച്ചു തരിക, ഉമ്മാനോടൊന്ന് ചോദിച്ചാലോ അല്ലെ അമ്മനോടൊന്ന് ചോദിച്ചാലോ എനിക്ക് പഠിപ്പിച്ചു തരുമോന്ന്, എനിക്ക് പറഞ്ഞു തരുമോന്ന്, താത്താനോട് ചോദിച്ചാലോ കാക്കാനോട് ചോദിച്ചാലോ, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് എൻ്റെ കുട്ടികളുടെ മനസ്സിൽ ഇങ്ങനെ കളിക്കുന്നുണ്ടാവും. എന്നാൽ ഞാൻ ഒരൊറ്റ കാര്യം പറയട്ടെ, നമുക്ക് മാർച്ച് 17 നമുക്ക് എക്സാം വരുന്നത്. ഇന്ന് മുതൽ നോക്കുകയാണെങ്കിൽ 5 ദിവസം എക്സാമിൻ്റെ ആ ദിവസം ഞാൻ ഒഴിവാക്കി, എന്നാലും നിങ്ങൾക്ക് 5 ദിവസം ഉണ്ട്. ഈ 5 ദിവസം വൃത്തിയായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരട്ടെ. നിങ്ങൾ ടാസ്ക് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ, ഈ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ താഴെ ചലഞ്ച് അക്സെപ്റ്റഡ് എന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇത്രയും കാലമായിട്ട് ഒരുപാട് കാലമായിട്ട് ഞാൻ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഒരുപാട് കുട്ടികൾക്ക് മാത്സ് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് എന്തായാലും നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഏകദേശം ഐഡിയ ഉണ്ടാവും എങ്ങനെ പഠിക്കണം, നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞു തരാനുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ട്, അല്ലെങ്കിൽ മിസ്സിനെ വിശ്വാസം ഉണ്ട് എങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുവാടാ. ഈ ഒരു ദിവസം മുതൽ നിങ്ങൾ എങ്ങനെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ നോട്ട്സ് പഠിക്കണം, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കുറച്ച് ഒഴിവാക്കി വിടാൻ പറ്റുന്നതാണ്, അങ്ങനെ കറക്റ്റായിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു കൊണ്ടുപോകും. നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതി. ഇതുവരെ ഇത്രയും കാലം നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ട് എഴുതിയിട്ടുണ്ടാവില്ല. പഠിച്ച് എഴുതിയാലും ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ എത്തുമ്പോൾ നിങ്ങളോട് കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ പോലും അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ എൻ്റെ കൂടെ നിങ്ങൾ എൻ്റെ മക്കൾ 5 ദിവസം നിൽക്കാൻ റെഡിയാണെങ്കിൽ എന്നെ ഫോളോ ചെയ്തേ പറ്റൂ കേട്ടോ. വെറുതെ ഞാൻ നോക്കാം എന്നുള്ള ആൾക്കാരാണ് എനിക്ക് വേണ്ട ആവശ്യമില്ല. എനിക്ക് പഠിക്കുന്ന കുട്ടികൾ, പഠിക്കണം എന്ന് ആഗ്രഹമുള്ള, എവിടെയെങ്കിലും ഉള്ളിൽ തട്ടി പറയുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർ മാത്രം എനിക്ക് മതി. അങ്ങനെയുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഈസി മാത്സ് ഫോർ ക്ലാസ് 7. ഇത് നമ്മളുടെ മാത്സിന് വേണ്ടി മാത്രമാണ്. 17-ാം തീയതി എന്ന് പറയുന്ന ആ ഒരു ദിവസത്തിന് വേണ്ടി മാത്രം. നിങ്ങൾ ഈ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു 5 ദിവസമെങ്കിലും മാത്സിന് വേണ്ടിയിട്ടൊന്ന് പഠിച്ചു നോക്ക്. നമുക്ക് ഇഷ്ടപ്പെട്ടൊന്ന് പഠിച്ചു നോക്കാം. നമുക്ക് ഒന്നിച്ച് പഠിക്കാം. ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും. നിങ്ങൾ എണീക്കുമ്പോൾ മിസ്സും എണീക്കും, നിങ്ങൾ ഉറങ്ങുമ്പോൾ മിസ്സും ഉറങ്ങും. നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കും. നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. ഈ ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൻ്റെ മുകളിലായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ ദിവസം ഓരോ ചാപ്റ്റേഴ്സ് പഠിച്ചു പോകും. ചിലപ്പോൾ ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വീഡിയോൻ്റെ ലിങ്ക് അയച്ചിരും. ഈ ലിങ്കുള്ള വീഡിയോ നിങ്ങൾ കണ്ടു പഠിക്കണം കേട്ടോ. പല കാര്യങ്ങളും ചിലപ്പോൾ ഞങ്ങൾ ആപ്പിലെ വീഡിയോസ് വരെ നിങ്ങൾക്ക് അയച്ചു തരാൻ സാധ്യതയുണ്ട്. ഒന്നും ഞാൻ പറയുന്നില്ല, ഞാൻ എങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. എന്നെ വിശ്വാസം ഉണ്ട് എങ്കിൽ, എജ്യൂപോർട്ടിന് വിശ്വാസം ഉണ്ട് എങ്കിൽ നമ്മളുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൻ്റെ മുകളിലായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, ആ ഒരു വാട്സപ്പ് ചാനലിലേക്ക് വരിക. ഈ ദിവസം മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങും. ഞാൻ പഠിപ്പിക്കടാ നിങ്ങളെ. എന്തൊക്കെ നിങ്ങൾക്ക് വേണോ അതൊക്കെ ഞാൻ പറഞ്ഞുതരും. കറക്റ്റായിട്ട് നോട്ട്സ് എഴുതി പഠിപ്പിക്കും. പക്ഷേ നിങ്ങൾ ഒരൊറ്റ കാര്യം വേണ്ടി മാത്രം മിസ്സിന് വേണ്ടി ചെയ്താൽ മതി. കറക്റ്റായിട്ട് എന്നെ ഒന്ന് ഫോളോ ചെയ്യുക. ഈ ഒരൊറ്റ പ്രാവശ്യമെങ്കിലും ഹനീന മിസ്സിനെ വിശ്വസിച്ച് വരാൻ റെഡിയാണ് എങ്കിൽ ചലഞ്ച് അക്സെപ്റ്റഡ് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. ബാക്കിയൊക്കെ മിസ്സ് പറഞ്ഞുതരും, ബാക്കിയൊക്കെ മിസ്സ് പഠിപ്പിച്ചു തരും.